ആദി പരബ്രഹ്മത്തിൽ നിന്ന് സമസ്തവും ഉത്ഭവിച്ചു എന്നതാണ് ഭാരതീയ ആധ്യാത്മിക ചിന്തയിലെ സൃഷ്ടിസങ്കല്പം. ആദിമൂലമായ പരബ്രഹ്മത്തിലാണ് ജഗത് സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് തന്നെയാണ് ജഗത് വിലയം പ്രാപിക്കുന്നതും. ഉത്ഭവ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം തിരിച്ചു പോകുന്നത്. നാമരൂപങ്ങളില്ലാത്ത ആദിപരബ്രഹ്മത്തിൽ നിന്ന് നാമരൂപങ്ങളോടുകൂടിയ ജഗത്തും ദേവവർഗങ്ങളും ജീവവർഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അതേസമയം നാമരൂപങ്ങളോട് കൂടിയ ദേവസ്ഥാനങ്ങളിലെ ആരാധന ധ്യാനിക്കുവാനും നിർവചിക്കുവാനും സാധ്യമല്ലാത്ത ഈ ആദിബ്രഹ്മത്തിലേക്കുള്ള മാർഗം തുറന്നു തരുന്നുണ്ട്. അതിനാൽ നാമരൂപങ്ങളില്ലാത്ത പരബ്രഹ്മത്തെ ധ്യാനിക്കുവാനും സ്തുതിക്കുവാനും താദാത്മ്യം പ്രാപിക്കുവാനും നാമരൂപങ്ങൾ തന്നെ പ്രയോജനപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം കാക്കും ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം. കേരള നാടിൻ മഹിമകൾ കാക്കും ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം. ക്ഷേത്രായനം 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 ക്ഷേത്രായനം. ുണരുന്ന മാമലനാടിൻ പകർനാട്ടമാകും ക്ഷേത്രങ്ങൾ. സ്വപ്നത്തിലുണരുന്ന മാമലനാടിൻ പകർനാട്ടമാകും ക്ഷേത്രങ്ങൾ. അവ കലയുടെ കേദാരങ്ങൾ. കേരള കലയുടെ കേദാരങ്ങൾ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം. ഞാൻ ഇതാ മുന്നിൽ തിങ്ങി നിൽക്കുന്ന കായാമ്പൂനിര പോലെ മനോഹരമായിരിക്കുന്ന ഒരു തേജസ് കാണുന്നു. അനന്തരം അമൃതിൽ മുങ്ങിയതുപോലെയുള്ള ആനന്ദത്തോടുകൂടി അതിനുള്ളിൽ യൗവനാരംഭത്തിൽ മനോഹാരിതയും പരമാനന്ദവും അനുഭവിച്ച് പ്രകർഷം പൂണ്ട ശരീരത്തോടു കൂടിയ നാരദൻ മുതലായ ഭക്തജനങ്ങളാലും ശോഭയേറിയ ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ സമൂഹങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നതുമായ ഒരു
ദിവ്യകുമാരരൂപത്തെയും കാണാം. സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ഫാലബാലേന്ദുവീഥീം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലധ്രുവിലാസൈഃ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോ. ലോകത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം ശംഖചക്ര ഗദാധാരിയായി വിഷ്ണു സ്വരൂപത്തിൽ വിരാജിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രശസ്തി പ്രതിഫലിക്കുന്നുണ്ട്. സാന്ദ്രമാകുന്ന പരമാനന്ദത്തിന്റെ അനുഭവമാകുന്ന സ്വരൂപത്തോട് കൂടിയതും ഉപമയില്ലാത്തതും കാലദേശങ്ങളിൽ നിന്ന് വേർപെട്ടതും നിത്യമുക്തിയെ നൽകുന്നതും അനേകം ഉപനിഷത്ത് വാക്യങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടതും പക്ഷേ അസ്പഷ്ടവും ഉത്കൃഷ്ടവുമായ പുരുഷാർത്ഥത്തെ നൽകുന്നതുമായ ബ്രഹ്മതത്വമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളങ്ങുന്നത്. ഭക്തജനലക്ഷങ്ങളുടെ ഭാഗ്യമായ ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധി കാലാതിവർത്തിയായ കീർത്തിക്ക് ആധാരഭൂതമാണ്. ഭഗവാന്റെ നിഷ്കളങ്കമായ കീർത്തി ദേശദേശാന്തരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ക്ഷേത്രവിശ്വാസികളുടെ മഹത്തരമായ ആചാരശീലങ്ങളിലൂടെ. ഇത് ശ്രീ ഗുരുവായൂരപ്പ ഭക്തിയുടെ ദിവ്യമോഹനമായ നൂതന ലോകം തുറന്നുകൊടുക്കുന്ന ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ശ്രീ ഗുരുവായൂരപ്പന്റെ ഉത്തമ ഭക്തന്മാരായ ഡൽഹി മലയാളികളുടെ പരിണത ഭക്തിയുടെ ബാഹ്യരൂപമാണ് മയൂർ വിഹാറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സങ്കേതം. ഡൽഹിയിലും പരിസര പ്രദേശത്തുമുള്ള
കൃഷ്ണഭക്തരുടെ പുണ്യസ്ഥലവും അറിയപ്പെടുന്ന ആരാധനാ കേന്ദ്രവുമായ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തിയത് 1986 വാസ്തുശൈലിയിൽ കേരളീയവും ശില്പരൂപത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമാനവുമാണ് ഈ ക്ഷേത്രം. വൈദിക കാലത്തോളം പഴക്കമുള്ള സ്ഥാപത്യ വേദത്തിന്റെ പൊരുളറിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രാങ്കണം ആരാധകരായിട്ടുള്ളവർക്ക് ഭൂലോക വൈകുണ്ഠമാണ്. ക്ഷേത്രഗോപുരത്തിന് അഭിമുഖമായി ഉയർന്ന ദീപസ്തംഭങ്ങളും കാണാം. കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ തന്നെ. ചുറ്റമ്പലവും വാതിൽ മാടങ്ങളും നമസ്കാര മണ്ഡപവും തിടപ്പള്ളിയും ഗർഭഗൃഹവും ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഇവിടെയും കാണപ്പെടുന്നു. കൊടിമരത്തെ വലം വച്ച് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാം. നാലമ്പലത്തിനു ചുറ്റും വിളക്കുമാടങ്ങളുണ്ട്. നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഇടത്തും വലത്തുമായി 2 വാതിൽ മാടങ്ങളുണ്ട്. ശ്രീകോവിലിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ദർശനത്തിനായി ഭക്തർ ഇതുവഴി കടന്നു പോകുന്നു.